The left front made a commitment to these farmers some years back. In their 2016 manifesto, they promised that they will maintain rubber prices at 250 rupees. In 2026, they have announced a price of 200 rupees. We are not in the business of making fake promises. He is the first Prime Minister in modern India's history who has opened agriculture to the international market. India cannot buy oil, cannot buy petrol, cannot buy diesel from who it wants. When I was asked which are the constituencies where I have to go in campaign in Kerala, I said one constituency that I have to absolutely go to is this one. എന്നോട് കേരളത്തിലെ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഞാൻ പ്രചരണ പ്രവർത്തനത്തിന് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് കേരളത്തിൽ എനിക്ക് ഉറപ്പായും പോകേണ്ട ഒരു മണ്ഡലം എന്ന് പറയുന്നത് ഈ പുതുപ്പള്ളി മണ്ഡലമാണെന്നാണ്. And the reason was Oommen Chandy ji represented you for 50 years. He acted as a guide for you and for the people of Kerala. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ശ്രീ ഉമ്മൻചാണ്ടിജി അദ്ദേഹം 50 വർഷങ്ങൾ നിങ്ങളുടെ ജനപ്രതിനിധിയായിരുന്നു. അതുമാത്രമല്ല ഈ 50 വർഷക്കാലം അദ്ദേഹം നിങ്ങൾക്കൊരു വഴികാട്ടിയായിരുന്നു. അതുപോലെ കേരളത്തിലെ ജനങ്ങൾക്കും അദ്ദേഹം ഒരു വഴികാട്ടിയായിരുന്നു. And we remember him fondly. I remember during the Bharat Jodo Yatra when I told him please do not walk, he was insisting on walking even though he was not well. അദ്ദേഹത്തെ ഞങ്ങൾ വളരെ ഇഷ്ടത്തോടു കൂടിയാണ് ഇന്നും ഓർക്കുന്നത്. ഞാൻ ഓർക്കുകയാണ് ഭാരത് ജോഡോ യാത്രയുടെ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ നടക്കണ്ട, പക്ഷെ അദ്ദേഹം നിർബന്ധിക്കുകയായിരുന്നു ഭാരത് ജോഡോയുടെ യാത്രയുടെ ഭാഗമായി നടക്കാൻ. And his funeral procession took 30 hours, so that should give you a sense of what the ex-Chief Minister of Kerala, Oommen Chandy ji was. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ വിലാപയാത്ര 30 മണിക്കൂറുകൾ എടുത്തു ഇവിടെ എത്താൻ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും എങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു, എങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നത്. And that is why I said that I will come here and campaign for his son. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടെ എത്തി അദ്ദേഹത്തിന്റെ മകന് വേണ്ടി പ്രചരണം നടത്തുമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. Rubber is a big issue in the Kerala election. ഇന്നത്തെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് റബ്ബർ എന്നുള്ളത്. 90% of rubber is grown here. 90% റബ്ബറും ഇവിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. And Kottayam is known as the land of latex. ലാറ്റക്സിന്റെ നാട് എന്നറിയപ്പെടുന്ന നാടാണ് കോട്ടയം. And the rubber industry consists of many small farmers who have to face the instability of the market every day. റബ്ബർ കർഷകർ എന്ന് പറയുന്നത്, റബ്ബർ വ്യവസായം എന്ന് പറയുന്നത് അതിൽ ധാരാളം ചെറുകിട കർഷകരുണ്ട്. വിപണിയിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വങ്ങൾ ഓരോ പ്രാവശ്യവും ദിവസവും നേരിടേണ്ടി വരുന്ന ആളുകളാണ് ഈ ചെറുകിട റബ്ബർ കർഷകർ എന്ന് പറയുന്നവർ. The left front made a commitment to these farmers some years back. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷ മുന്നണി ഈ റബ്ബർ കർഷകരോട് അവർക്ക് ചില വാഗ്ദാനങ്ങൾ നൽകുകയുണ്ടായി. In their 2016 manifesto, they promised that they will maintain rubber prices at 250 rupees. അവരുടെ 2016 പ്രകടന പത്രികയിൽ അവരൊരു വാഗ്ദാനം നൽകുകയുണ്ടായി 250 രൂപയായി റബ്ബറിന്റെ വില നിലനിർത്തുമെന്നത്. And you know the reality of what happened. നിങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചതെന്നതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്കറിയാം. They did not fulfill their promise over the last 10 years. കഴിഞ്ഞ 10 വർഷങ്ങളായി അവരവരുടെ വാഗ്ദാനം പാലിച്ചിട്ടില്ല. And in 2026 they have announced a price of 200 rupees. അതുമാത്രമല്ല 2026 അവര് 200 രൂപ എന്ന വിലയാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. When today the market price is 220. ഇന്ന് മാർക്കറ്റ് പ്രൈസ് വിപണിയിലെ വില എന്ന് പറയുന്നത് 220 രൂപയാണ്. We are not in the business of making fake promises. ഞങ്ങൾ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്നതിലുള്ള ആളുകളല്ല. We are in the business of protecting our farmers. ഞങ്ങൾ ഈ നാട്ടിലെ കർഷകരെ സംരക്ഷിക്കുന്ന ആളുകളാണ്. And making sure that their lives are easier and more comfortable.
നമ്മുടെ നാട്ടിലെ കർഷകരുടെ ജീവിതം എളുപ്പമുള്ളതും അവർക്ക് കൂടുതൽ സുഖകരമായ ഒരു ജീവിതം ഉറപ്പാക്കുക എന്നതിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. That is why the first cabinet meeting of the next UDF government will fix the price of rubber at 250 rupees. അതുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇനി അധികാരത്തിൽ വരുന്ന ഗവൺമെന്റിന്റെ ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിംഗിൽ റബ്ബറിന്റെ വില ഞങ്ങൾ 250 രൂപയായി പ്രഖ്യാപിച്ചിരിക്കും. In fact, that will be the first decision that the cabinet of Kerala is going to take when it is formed. അതുമാത്രമല്ല, ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ ക്യാബിനറ്റ് എടുക്കാൻ പോകുന്ന ആദ്യത്തെ തീരുമാനം അതായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. In our manifesto we have said that we will raise the price to 300 rupees a kilo. അതുമാത്രമല്ല, ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് റബ്ബറിന്റെ വില കിലോയ്ക്ക് 300 രൂപയായി ഞങ്ങൾ ഉയർത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. And it is our commitment that on the first day of the new government the price will be 250 and then it will go up to 300. ഇത് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനമാണ്. ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ദിവസം റബ്ബറിന്റെ വില 250 രൂപയായിരിക്കും. അതുമാത്രമല്ല, അതിനുശേഷം റബ്ബറിന്റെ വില 300 രൂപയായി ഉയരുകയും ചെയ്യും. And we are doing this because we believe that farmers and laborers are the foundation of this state and of our country. ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു കർഷകരും തൊഴിലാളികളുമാണ് ഈ രാജ്യത്തിന്റെയും ഈ സംസ്ഥാനത്തിന്റെയും ഈ രാജ്യത്തിന്റെയും അടിത്തറയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. Mr. Narendra Modi signed the US deal where he gave away the future of all India's farmers. നരേന്ദ്രമോദി യുഎസുമായിട്ട് അമേരിക്കയുമായി ഏർപ്പെട്ട കരാറിൽ ഇന്ത്യയിലെ കർഷകരുടെ മുഴുവൻ ഭാവി അവർക്ക് തീരെഴുതി കൊടുക്കുകയാണ് ചെയ്തത്. He is the first prime minister in modern India's history who has opened agriculture to the international market. ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയിലെ കാർഷിക മേഖലയെ ആഗോള തലത്തിലുള്ള വിപണിക്ക് തുറന്നുകൊടുത്ത ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. He is the first prime minister of India, modern India, who has given away our energy security. നമ്മുടെ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയെ തീരെഴുതി കൊടുത്ത ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. Today India cannot buy oil, cannot buy petrol, cannot buy diesel from who it wants. ഇന്ത്യക്ക് ഇന്ന് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണമോ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് പെട്രോളോ ഡീസലോ എണ്ണയോ ഇന്ന് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കില്ല.